എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ദൈവത്തിൻ്റെ നിരുപാധികവും തകർക്കാനാവാത്തതുമായ സ്നേഹത്തെക്കുറിച്ച് ശ്രവിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8:35. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ? ഈ അധ്യായത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസികളുടെ സുരക്ഷയെ ഊന്നി പറയുകയും കഷ്ടപ്പാട്, ദൈവത്തിൻ്റെ തകർക്കാനാവാത്ത സ്നേഹം, ക്രിസ്തുവിലൂടെ വരുന്ന വിജയം എന്നീ വിഷയങ്ങളെ എടുത്തു കാണിക്കുന്നു. ഈ വാക്യത്തിൽ ദൈവത്തിൻ്റെ നിരുപാധികവും തകർക്കാനാവാത്തതുമായ സ്നേഹത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഏത് ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും ഈ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ യാതൊന്നിനും കഴിയില്ലെന്ന് ഊന്നി പറയുകയാണ്. വിശ്വാസികളോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ഉറപ്പും മാറ്റമില്ലാത്തതുമാണെന്ന് ഊന്നി പറയുന്നതിനായി പൗലോസ് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. കഷ്ടപ്പാടുകളുടെയും ആപത്തുകളുടെയും വിവിധ രൂപങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതായത് കഷ്ടപ്പാട്, പീഡനം, ക്ഷാമം, നഗ്നത, അപകടം, വാൾ പോലും. ഇവയെല്ലാം ആദിമസഭയിൽ പല ക്രിസ്ത്യാനികളും നേരിട്ട കഷ്ടപ്പാടുകളാണ്. എന്നാൽ ഇവിടെ പൗലോസ് ചോദിക്കുന്നു, ഈ ബുദ്ധിമുട്ടുകൾ എത്ര തീവ്രമോ കഠിനമോ ആയിരുന്നാലും വിശ്വാസികളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല എന്ന വസ്തുതയിലേക്ക് ഇത് വിരൽ ചൂണ്ടുകയാണ്. ഭാഗ്യ സാഹചര്യങ്ങൾക്കിടയിലും ദൈവസ്നേഹത്തിൻ്റെ സ്ഥിരതയെക്കുറിച്ചാണ് അടിസ്ഥാന സന്ദേശം. ക്രിസ്തുവിൻ്റെ സ്നേഹം സ്വാഭാവികമോ ഒരാളുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചോ അല്ല. വിശ്വാസി ബാഹ്യ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും ആന്തരിക പോരാട്ടങ്ങൾ നേരിട്ടാലും ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരമായി തുടരുന്നു. ദൈവസ്നേഹത്തിലുള്ള അചഞ്ചലമായ ഉറപ്പ് നാം തിരിച്ചറിയണം. ജീവിതത്തിൽ നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാലും ദൈവസ്നേഹത്തിൻ്റെ സ്ഥിരതയിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹം കഴിഞ്ഞകാല സംഭവത്തെക്കുറിച്ച് മാത്രമല്ല, തുടർച്ചയായ തകർക്കാനാവാത്ത ഒരു ബന്ധത്തെക്കുറിച്ചാണ്. സാഹചര്യങ്ങൾ എത്ര കഠിനമായാലും ദൈവത്തിൻ്റെ സ്നേഹം നമ്മോടൊപ്പമുണ്ടെന്നുള്ള ഉറപ്പിൽ നിന്ന് പരീക്ഷണങ്ങളിലൂടെയുള്ള സഹിഷ്ണുത ശക്തി പ്രാപിക്കും. കഷ്ടപ്പാടുകൾക്കിടയിലുള്ള പ്രത്യാശ, കഷ്ടപ്പാടുകളിലും ദൈവത്തിൻ്റെ സ്നേഹം നിലനിൽക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുന്നു. ഒരു ബാഹ്യശക്തിക്കോ സാഹചര്യങ്ങൾക്കോ ക്രിസ്തുവിലുള്ള നമ്മുടെ നിലനിൽപ്പിനെ തകർക്കാൻ കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ആത്മവിശ്വാസത്തോടെ ജീവിക്കുക. സ്നേഹപിതാവേ, ഞങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ എന്തു തന്നെയായാലും ദൈവത്തിൻ്റെ സ്നേഹം സ്ഥിരവും അചഞ്ചലവുമാണെന്ന് വിശ്വസിച്ച് ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.